Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മുടെ റെസിപ്പി കുറച്ചൊരു വ്യത്യാസപ്പെട്ട റെസിപ്പിയാണ്. എന്നാന്ന് വെച്ചാൽ നോൺ വെജാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ ഒറിജിൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പാരഡൈസ് എന്ന് പറയുന്ന ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് വന്ന ഒരു റെസിപ്പിയായത്. പക്ഷേ അവിടുത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ചേർക്കാൻ ഒക്കുകയില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ ടേസ്റ്റ് നോക്കുകയില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ നമ്മുടെ കേരളീയ ടച്ചൊക്കെ കൊടുത്തേച്ച് ചെയ്തേക്കുന്ന ഒരു മീൻകറിയായത്. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ മീൻകറിക്കുള്ള ഒരു ഗുണം എന്നാണെന്നറിയോ, നമ്മൾ സാധാരണ ഇറച്ചിക്കറിക്കല്ലേ സ്പൈസസ് ഒക്കെ ചേർക്കുന്നത്. അപ്പം ഇത് ഞാൻ മീൻകറിയിൽ ഇച്ചിരി സ്പൈസസ് ഒക്കെ ചേർത്ത് നമ്മൾ ഇന്നൊരു മീൻകറി വെക്കാൻ പോവുക. അതായത് അതിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനിട്ട പേര് വെച്ചാൽ ഞാൻ ഇനി ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. കുറച്ച് കൂടുതൽ സാധനമുണ്ട്, എന്നാൽ വലിയ ടെൻഷനുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിന് വേണ്ടിയ സാധനം സവാള എടുക്കാനുള്ള. ആദ്യം കുറച്ച് സവാള എടുത്തിട്ട് മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കുറച്ച് സവാള കുഞ്ഞായിട്ട് അരിയണം. പിന്നെ വേണ്ടിയ സ്പൈസസ് എല്ലാം ഒന്നും വേണ്ട. പട്ട വേണം, ഏലക്ക വേണം, ഇഞ്ചിയുടെ പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് വറ്റൽ മുളക്, കുറച്ച് വെജിറ്റബിൾ ഓയിൽ, പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് ഗ്രാമ്പു, പിന്നെ വേണ്ടിയത് ജീരകം, പിന്നെ കുറച്ച് മുളക് പൊടി ഞാൻ ഇതും നമ്മൾ സ്ഥിരം എടുക്കുന്ന പോലെ കശ്മീരി മുളക് പൊടി എടുത്തേക്കണം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നമ്മുടെ കുടംപുളി, വാളംപുളി അല്ല കുടംപുളി. പിന്നെ വേണ്ട മീൻ ഏതാന്ന് വെച്ചാൽ ഇപ്പം നെമ്മീൻ തന്നെ മേടിക്കണമെന്നൊന്നുമില്ല, ദശകട്ടിയുള്ള ഏതേലും മതി. അതല്ല സാധാ മീനായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ നമുക്ക് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആവുമല്ലേ. അതുകൊണ്ട് ഞാൻ നെമ്മീൻ മേടിച്ചേക്കുക. പിന്നെ ബിരിയാണിക്കൊക്കെ നമ്മൾ ഉള്ളി മൂപ്പിക്കുകയല്ലേ, അന്ന് പറഞ്ഞ കൂട്ട് അത്ര തിന്നായിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞ് നോക്കണം. പിന്നെ ഉപ്പ്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ അടുപ്പിലൊന്നും ചെയ്യുന്നില്ല. ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ മീൻ പുരട്ടി വെക്കാൻ പോവുക. ആദ്യം ഐശ്വര്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. ഇത്രയും മീനിന് പുരട്ടാനുള്ള മുളക് പൊടി ഇടണം. നമ്മൾ ഉള്ളിയൊന്നും ചേർത്ത് ഈ പറഞ്ഞ കൂട്ട് അരയ്ക്കുന്നില്ലല്ലോ, അന്നേരം ക്വാണ്ടിറ്റി ഒരുപാട് കിട്ടുകയില്ല. അതുകൊണ്ട് മുളക് പൊടി അതിൻ്റെ ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോണം. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്. ഇനി ഇത് കുഴയ്ക്കാനാണെങ്കിൽ ഇതിനകത്ത് ഒട്ടും വെള്ളമില്ല. കാര്യം വെച്ചാൽ ഉള്ളി വെച്ച് നമ്മൾ അരയ്ക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം ഉണ്ടാവും. ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് നമുക്ക് കുഴയ്ക്കാം കേട്ടോ. എന്നേച്ച് ഈ മീനിനകത്തോട്ട് പുരട്ടണം. ഇതിനകത്തോട്ട് എല്ലാ മീനും ഇട്ട് നല്ലതായിട്ട് പുരട്ടി കുറച്ച് നേരം മീനുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയുകയല്ലേ, പുരട്ടി വെച്ച് ആ മീനിനകത്തോട്ട് ഇച്ചിരി ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇപ്പോൾ പുളി ഞാൻ ഇട്ടിട്ടില്ല. സാധാരണ മീൻ വറുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി വിനാഗിരി ഇട്ടോ, അന്നേരം കുറച്ചുകൂടെ സ്വാദ് കിട്ടും. കറിവേപ്പില അരയ്ക്കാം. ഓക്കെ, ഇതിനി ഇവിടെ ഇരിക്കട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് നേരം ആ ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിച്ചില്ലേലുണ്ടല്ലോ, നമുക്കൊക്കെ ആണെന്നില്ല മീൻ അങ്ങനെയല്ലേ ഇഷ്ടം, അതാന്നല്ലേ. അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ഇനി ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമ്മുടെ അടുപ്പൊന്ന് കത്തിച്ച് വെച്ച് ഇച്ചിരി എണ്ണ ഒഴിക്കണം. എണ്ണ വേണം. കാര്യം എന്നാന്നോ, ഇത് പോയിട്ടാന്നു
നമ്മൾ ബാക്കി മീൻ ഈ എണ്ണയിലാണ് വറുക്കാനുള്ളത്. അന്നേരം കുറച്ച് എണ്ണ ഒഴിച്ചോ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ആ എണ്ണയിൽ നിന്നു നമ്മൾ കുറച്ച് ചട്ടിയിലോട്ട് ഒഴിച്ചേച്ച് ചട്ടിക്കകത്തും നമ്മുടെ ആ ഗ്രേവി ഉണ്ടാക്കുന്നേ. അന്നേരം പിന്നെ ഇച്ചിരി എണ്ണ കൂടുതലിരുന്നാലും തരക്കേടൊന്നുമില്ല. ഇപ്പം എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? ഇതിനകത്ത് ഒരു സ്പൂൺ നെയ്യ് നമ്മുടെ എണ്ണയിലോട്ട് ചേർക്കാം. ഒത്തിരി ഒന്നും വേണ്ട, നമ്മൾ ബിരിയാണി പോലെ വറുത്തെടുക്കുമല്ലേ, അന്നേരം പിന്നെ ഒരു നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന, അതായത് ബിരിയാണിക്കൊക്കെ നമ്മൾ മൂപ്പിക്കയില്ലേ ആ ഉള്ളി, അതായത് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതല്ല, നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി നമ്മുടെ ഈ എണ്ണയിലോട്ട് ഇട്ടേച്ച് നല്ല ബ്രൗൺ ആക്കി, അതായത് ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്ത് മേലിലിടുന്ന കൂട്ട് നല്ലൊരു ബ്രൗൺ ആക്കി എടുക്കണം. ശരിക്കും നല്ല മണം കേട്ടോ ഉള്ളി മൂക്കുമ്പോഴത്തേക്ക്. ബിരിയാണിയാണോ മീൻകറിയാണോ വെക്കുന്നതെന്നൊരു നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ ഇപ്പം നമ്മൾ വെക്കാൻ പോകുന്ന മീൻകറിയാണ്. പക്ഷേ മീൻകറിയിൽ ഈ പറഞ്ഞ പോലെ ബിരിയാണിയുടെ എല്ലാ സാധനവും ഉണ്ട്, പക്ഷേ ഐറ്റം ഇറച്ചിയല്ല, മീനാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരു മൊത്തം കൺഫ്യൂഷൻ ആയില്ലേ? കൺഫ്യൂഷൻ ആവണമെങ്കിൽ നമുക്ക് പതുക്കെ നോക്കിക്കോളൂ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഓൾമോസ്റ്റ് ബ്രൗൺ ആയാൽ മതി, പിന്നെ അതങ്ങ് ക്രിസ്പി ആയിക്കോളും. ഇതിവിടെ ഇരിക്കട്ടെ, കുറച്ചു നേരം ഒന്ന് ആറട്ടെ. ആറിയിട്ട് ഇനിയിപ്പോൾ അതുകൊണ്ട് ഇനി ജോലിയുണ്ട്. അപ്പം ആ ജോലി തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന മീനില്ലേ, അതിനി ഓരോന്നായിട്ടിട്ട് വറക്കാം. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ അല്ല, എന്നാൽ ഷാലോ ഫ്രൈ അല്ല, അതിൽ നിന്ന് കുറച്ചുകൂടെ ഒരു മീഡിയം ഫ്രൈ. ഞാൻ മീൻ എല്ലാം വറുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ പാന് ഒന്ന് മാറ്റി വെച്ചേച്ച് നമ്മുടെ ചട്ടി എടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. അതെന്നാത്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ എണ്ണ കളയണ്ടല്ലോ. അപ്പോൾ ഇനി ഈ എണ്ണ ഒഴിച്ചേച്ച് നമുക്ക് ആ ഗ്രേവി ഉണ്ടാക്കാം. ഇതിനകത്ത് നിന്ന് നമ്മുടെ എണ്ണ ഇങ്ങനെ ഇച്ചിരി എടുത്ത് ചട്ടിയിലോട്ട് ഒഴിക്കുക. ശരിക്കും നെയ്യും കൂടെ കുറച്ച് ഒഴിച്ചിട്ടേ ആ മീൻ വറുത്തപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ടേസ്റ്റും ഒരു പ്രത്യേക മണമാണ്. ഇനി വീട്ടിലൊക്കെ മീൻ വറുക്കുമ്പോൾ ഒരു നുള്ളല്ല കേട്ടോ, ഒരു ഇച്ചിരി ചേർത്ത്, ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തേച്ച് മീൻ വറുക്കുവാണെങ്കിൽ നല്ല മണവുമാന്നു, പിന്നെ ആണെങ്കിൽ ടേസ്റ്റും ഭയങ്കരമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കടുകിന് പകരം ഒരു നുള്ള് ജീരകം ഇട്ടേച്ചാൽ മതിയെ. എന്നാന്ന് വെച്ചാൽ നമുക്കൊക്കെ കേരളക്കാർക്കൊക്കെ ഇച്ചിരി ജീരകത്തിൻ്റെ ചുവ ഒത്തിരി കൂടി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകയല്ല, അതുകൊണ്ട് ഒരു നുള്ളിട്ടേച്ചാൽ മതി. ജീരകവും ഇട്ടിട്ട് 2-3 ഗ്രാമ്പു. ഇനി ഇതിനെ അങ്ങോട്ട് തീ നല്ലതായിട്ട് കുറയ്ക്കോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തീ കുറച്ച് നേരം ഓഫ് ചെയ്യാം. കാരണം എന്നാന്ന് വെച്ചാൽ എണ്ണ നല്ല ചൂടായി കിടക്കുമല്ലേ, അപ്പോൾ കരിയേം വേണ്ട. എന്നാൽ നമ്മുടെ ആ ഇട്ട ജീരകവും ഗ്രാമ്പും ഒന്ന് പൊട്ടിയാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അരയ്ക്കാനുള്ള സാധനം ആദ്യം ഞാൻ മിക്സി എടുത്തുണ്ടേ. ഇതിനകത്തോട് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയില്ലേ, അത് ചേർക്കണം മിക്സിയിൽ. ഇതിനകത്തോട്ട് പട്ട ഒത്തിരി ഇടണ്ട, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ടേച്ചാൽ മതി. പിന്നെ അന്നേൽ
ഏലക്ക നമ്മൾ ഇറച്ചിയിലും ഞാൻ ഒത്തിരി ഇടുന്ന കൂട്ട് ഞാൻ മീനിനത് ഇടാൻ ഒക്കിയേല, അതുകൊണ്ട് 4 ഏലക്ക ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഇഞ്ചി പേസ്റ്റും കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആന്നേൽ ഒരു വറ്റൽമുളക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എത്രയാ എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്തോണം. ഈ വറ്റൽമുളക് കാശ്മീരി മുളകല്ല, അതുകൊണ്ട് ഞാനൊരു ചെറിയ 4 വറ്റൽമുളക് ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് മുളക് പൊടി ഇടാം. അപ്പം എന്നാന്ന് വെച്ചാൽ എരിവും കാണുകയില്ല, നിറവും കിട്ടും, കറിക്കാണെങ്കിൽ നല്ല കൊഴുപ്പും ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിത് അരച്ചതിന് ശേഷം നെക്സ്റ്റ് അടുപ്പ് കത്തിച്ചേച്ചാൽ മതി. ഇതിപ്പോൾ നല്ലതായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. എന്തായാലും നമ്മുടെ പട്ടയും നമ്മൾ ചേർത്ത ഗ്രാമ്പും കൂടെ എന്തായാലും അത് സ്പ്ലട്ടറായി കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളല്ല കേട്ടോ, കറിക്ക് വേണ്ട മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ എന്നെങ്കിൽ ഇനിയാന്നു ഞാൻ പറയുന്നത് ആ എരിവ് അനുസരിച്ച് കാശ്മീരി മുളക് പൊടിയായത്. അന്നേരം ഞാനൊരു കാര്യം ചെയ്യാം, ഇത്രയും മീനല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു ഫുൾ ടീസ്പൂൺ നിറച്ചിട്ടേക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തും വറ്റൽമുളക് ചേർത്തേക്കുമല്ലേ, അന്നേരം പിന്നെ എല്ലാം കൂടെ ആകുമ്പോഴത്തേന് എരിവ് കൂടും. പിന്നെയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് തേങ്ങാപ്പാലോ അങ്ങനെയൊന്നും വരുന്നില്ല. ഇതൊന്ന് എണ്ണ എന്തായാലും ബേസിക്കലി ചൂടാണ്, അതുകൊണ്ട് പിന്നെ നമ്മൾ ഇട്ട പൊടിയാന്നേലും പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടും, അത് വലിയ താമസമില്ല. ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ആ ഉള്ളിയില്ലേ അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കുക. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ, നമ്മൾ ഈ ചേർത്തേക്കുന്ന ഉള്ളിയെ ഒന്ന് വഴണ്ട് നമ്മൾ ചേർത്ത ആ എണ്ണയൊന്ന് തെളിയണം. അതാണു അടുത്ത കണക്ക്. നമ്മൾ മീൻ വറുക്കുമ്പോഴത്തേക്ക് കുറച്ച് മുരിഞ്ഞ സാധനം അതിനകത്ത് നിന്ന് കിട്ടുവേ, അത് ചേർത്താൽ നല്ലതാ, പക്ഷെ ആരോഗ്യത്തിന് വളരെ ചീത്തയാണെന്നുള്ളത് എനിക്കറിയാം, പക്ഷെ രുചിയിൽ ഭയങ്കര രസമാണ്. ഇനി അതേ മിക്സിയിൽ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അതും ഇതേമാതിരി പേസ്റ്റ് ആക്കണം. ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നറിയാവോ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന തട്ടിപ്പേർപ്പാട് എന്നാന്നറിയാവോ, നമ്മുടെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഉള്ളിയും ഒരു ശകലം വേവും, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി ഇത് അവിടെ കിടന്ന് എണ്ണ തെളിയട്ടെ. ആ സമയം ഇതിനകത്താണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലേ അതൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇച്ചിരി ഒന്ന്, പക്ഷേ എത്ര മീൻകറി വെച്ചാലും ഒരു കറിവേപ്പില ഇല്ലാതെ വലിയ വിഷമം എന്നെനിക്ക് കേട്ടോ. ആ കറിവേപ്പിലയുടെ ഒക്കെ മണം വന്നാൽ കാശ്മീരിലൊന്നും കറിവേപ്പില ഇല്ലേ എത്തോ എനിക്കറിഞ്ഞൂടാ. അതൊക്കെ ഇനി നമുക്ക് പോയി പഠിപ്പിക്കണം ഇനി അവിടെ. നമ്മുടെ ഇന്ത്യയിലെ പാരഡൈസിൽ ഒരു കറിവേപ്പിലയൊക്കെ നിന്ന് എന്ത് ഭംഗിയല്ലേ, അത് വെക്കണം, മോശമല്ലെങ്കിൽ. മീൻകറിയിലൊന്നും കറിവേപ്പില ഇല്ലാതെ നമുക്കൊന്നും ഒക്കുകയില്ല, എന്നെ കൊണ്ട് ഒട്ടും ഒക്കുകയില്ല. പക്ഷെ ഇന്നത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, കോംപ്രമൈസ്. ഇനി ഇത് ഇച്ചിരി എണ്ണ ഒന്ന് തെളിഞ്ഞോട്ടെ. അപ്പം ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചേ, വെള്ളം ഒഴിച്ചു കേട്ടോ, ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിച്ചേച്ച് നമ്മുടെ തട്ടിപ്പ് വിദ്യ എന്നാന്ന് വെച്ചാൽ എണ്ണ തെളിയിക്കുന്ന ആ ഒരു വിദ്യ
ഞാൻ ചെയ്തു. വെള്ളം വറ്റിയപ്പോഴത്തേക്ക് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുളി ഇടുക. പുളി എന്ന് പറഞ്ഞാൽ ഒത്തിരി പുളി വേണ്ട. എൻ്റെ ഇരിക്കുന്ന ഒരു കുറച്ച് പുളി കൂടുതലുള്ള പുളിയാണ്. അന്നേരം പിന്നെ ഞാനൊരു വലിയ കഷ്ണം എടുത്തേച്ച് രണ്ടായിട്ട് കീറിയിട്ടേക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്നാലും ആ പുളിയുടെ ഒരു വലിപ്പം കണ്ടപ്പോഴേ പുളി പോരേന്നൊരു സംശയം. നമ്മൾ ഇതിനകത്തിടുന്ന പുളി കുടംപുളിയാ, മറ്റേ വാളം പുളി ഇട്ടേക്കരുത്. എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം, എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ് നമ്മൾ നേരത്തെ മീനിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇടുമ്പോഴത്തേനും കുറച്ച് ഇട്ടേച്ചാൽ മതി. കാരണം ഇനി മീനും കൂടെ ഇട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഇടുന്നുള്ളൂ. ഈ മീനൊക്കെ ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് വേണം 2 കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. പറഞ്ഞെങ്കിലും സമാധാനപ്പെടുക ഞാൻ, അല്ലാതെ ഒക്കുന്നില്ലല്ലോ. ഒക്കെ നമ്മുടെ മീൻ കറി തിളച്ച് വരുന്നുണ്ട്. ഇതിനകത്തോട്ട് വലിയ ടെൻഷനൊന്നുമില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ മീൻ വെന്തിരിക്കുക ഓൾറെഡി. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ അരപ്പിനാന്നേലും ഇതേപോലെ വേവിച്ച് അതിൻ്റെ എണ്ണ തെളിയിച്ചെടുക്കും. അപ്പോൾ വലിയ വേവൊന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ മീനൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനിൻ്റെ ചാറ് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീൻ അതിനകത്തോട്ട് ഇടണം. മീൻ വറുത്ത മീനായതുകൊണ്ട് നമുക്ക് തവിയിട്ട് ധൈര്യമായിട്ട് ഇളക്കാം. എന്നും പറഞ്ഞ് തോരൻ ഇളക്കുന്ന പോലെ ഇളക്കരുത്, കുറച്ചൊന്ന് ശല്യപ്പെടുത്താതെ ഇളക്കിയാൽ മതി. ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ഉള്ളിയുടെ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയിൽ അരച്ചെടുത്തില്ലേ, അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കും. ഇനി ചാറ് എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്തേക്കുക. അതല്ല കുറച്ചുകൂടെ ചാറ് ഇങ്ങനെ കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർക്കുക. പിന്നെ എന്നാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇത്രയും ചാറ് മതി, കാര്യം എൻ്റെ കയ്യിൽ ഇച്ചിരി മീനേ ഉണ്ടായിരുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള ചാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് നേരം ആ മീൻ നമ്മുടെ ആ ഗ്രേവിയിലൊക്കെ ഒന്ന് പിടിക്കണ്ടേ, അന്നേരം പിന്നെ ഇച്ചിരി നേരം അടച്ചു വെച്ചാലേ ഒക്കത്തുള്ളൂ. അതും ചെറിയ സിമ്മിൽ അടച്ചു വെക്കണം. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും ചോറ് തന്നെയാണ് നല്ലത്. പിന്നെ ഈ പറഞ്ഞ കൂട്ട് അപ്പം നല്ലതാ, ദോശ നല്ലതാ. മീൻകറിക്ക് പിന്നെ ഞാൻ പറയണോ, എന്നൊക്കെ കോമ്പിനേഷൻസ് ഉണ്ട്. മീൻകറി ആണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ദേശീയ പലഹാരമായ ബറോട്ട എന്ന് പറയുന്ന പലഹാരത്തിൻ്റെയും കൂടെ മീൻകറി കഴിക്കാവുന്നേ ഉള്ളൂ. മീൻകറിക്ക് പ്രത്യേകിച്ച് കോമ്പിനേഷനൊന്നുമില്ല. പക്ഷെ ഇന്ന് ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന അരിപ്പത്തിരിയാണ്. കാര്യം എന്നാണെന്നറിയാവോ, ഇന്ന് നമ്മുടെ ഈ നല്ലൊരു കോമ്പിനേഷൻ കഴിക്കാൻ നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്ന ആരാന്ന് വെച്ചാൽ പ്രസിദ്ധ ശബ്ദ കലാകാരൻ പ്രൊഫസർ അലിയാർ സാറാണ് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പം അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അറിയാലോ, ഇപ്പം ഒരു ദേശീയ അവാർഡൊക്കെ കിട്ടിയതാ. പക്ഷേ അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അദ്ദേഹത്തെ ഭയങ്കര പരിചയമാണ്. ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ദാസേട്ടനില്ലേ, യേശുദാസ് സാർ, ദാസേട്ടനെ ഒരു പാട്ട് കേൾക്കാത്ത ഏതെങ്കിലും മലയാളി ഉണ്ടോ ഒരു ദിവസം കടന്നു പോകുന്നത്? അതേപോലെ നമ്മുടെ ലെജൻസ് ആയ വയലാർ സാർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഏതൊരു മലയാളിയും ഇദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാതെ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ കേട്ടോ, ഇദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാതെ പിറ്റേ ദിവസം ആവുന്ന ചരിത്രം ഇല്ല. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാ എന്താ ഏതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്നുള്ളത്. നമ്മുടെ അരിപ്പത്തിരിയും മീൻകറിയും ഞാൻ റെഡിയാക്കി. ഈ മീൻകറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റൈലിലോട്ട് ആക്കിയ മീൻകറിയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് കറിവേപ്പിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഡെക്കറേഷനൊന്നും ചെയ്യാൻ ഒക്കെയല്ല. പക്ഷെ എന്നാലും ഞാൻ ഒരു ടൊമാറ്റോ വെച്ചിട്ടൊരു പൂ മാത്രമേ ചെയ്തുള്ളൂ. ഇത് ഒത്തിരി സ്പൈസി അല്ല. എന്നാൽ നമുക്ക് മലയാളികൾക്ക് ഒരു ഇച്ചിരി സ്പൈസി ആയിട്ടൊക്കെ അല്ലേ നമ്മൾ മീൻകറി കഴിച്ചേക്കുന്നത്. അന്നേരം പിന്നെ ഇച്ചിരി എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടാം. പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്, നല്ല രുചിയാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കണം, അല്ലെങ്കിൽ വളരെ മോശമാട്ടോ. ഉണ്ടാക്കി വിളിച്ച അഭിപ്രായം പറയണം. നമസ്തേ സർ. നമസ്തേ സർ. ഒരു മിനിറ്റ് സർ. ഹാർട്ടി കൺഗ്രാറ്റ്സ്. താങ്ക് യു. വരണം സർ, വരണം സർ.
സാറിനെ പറ്റി ഇപ്പം ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞതേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദാസേട്ടൻ്റെ ഒക്കെ പാട്ടില്ലേ, അതൊക്കെ നമ്മൾ മലയാളികളാണെങ്കിൽ ഒരു ദിവസം പോലും കേൾക്കാതെ പോകുന്നില്ല. എന്ന് പറഞ്ഞ പോലെ വീട്ടമ്മമാരെ എല്ലാം സാറിൻ്റെ സ്വരം, അതായത് ശബ്ദം എല്ലാവർക്കും നല്ല പരിചയമാണ്. വീട്ടമ്മമാരെ ഞാൻ സ്വാഗതം ചെയ്യാം. പിന്നെന്താ സർ, അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഇച്ചിരി സ്വാർത്ഥതയും കൂടെ ഉണ്ട്. എന്നാന്ന് വെച്ചാൽ സർ പറയുമ്പോഴേ ആനീസ് കിച്ചനും കൂടെ ചേർത്തൊന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആനീസ് കിച്ചണിൽ എത്തുന്നവർക്ക് രുചിയും ഒപ്പം സ്നേഹവും വിളമ്പുന്ന കൈപ്പുണ്യത്തിന്റെ അടുക്കളയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോ ശരിക്കും പറഞ്ഞല്ലേ സർ, ഞാൻ കണ്ണടച്ച് നിന്നോണ്ട് അത് കേൾക്കുക. ഇപ്പം മനസ്സിലായില്ലേ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇപ്പം മനസ്സിലായില്ലേ, ആ ശബ്ദത്തിന്റെ ഉടമയാണ് ഇന്ന് നമ്മുടെ അടുക്കളയിലേക്ക് വന്നേക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ സർ. മാത്രമല്ല ദേശീയ അവാർഡ് ലഭിച്ച സാറിന് ഒരു സ്പെഷ്യൽ ഹാർട്ടി കൺഗ്രാറ്റ്സ് ഉണ്ട്. എൻ്റെ പ്രേക്ഷകരുടെ വകയും ഞാൻ സാറിന് വേണ്ടി തരുക. അതിൻ്റെ ഒരു സന്തോഷവും ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കാരണം എൻ്റെ ശബ്ദത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ രംഗത്ത് നിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്ടം തോന്നുന്നതുകൊണ്ടാണല്ലോ പിന്നെ ആളുകൾ എന്നെ വിളിക്കുന്നത്. പക്ഷേ വിളിച്ചു വന്നപ്പോൾ എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആനിയുടെ അഭിനയകലയിലെ പ്രകടനം ഞാൻ എത്രയോ കണ്ടിരിക്കുന്നു. കുട്ടിക്കാലം മുതൽ ആദ്യത്തെ സിനിമ മുതൽ കാണുന്നുണ്ട്. ഈ പാചകകലയിലെ പ്രകടനം എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ളൊരു അത് വലിയ താമസമില്ല സർ, ഞാൻ വിളമ്പി തരുമ്പോ സാറിന് മനസ്സിലാവും. എന്തായാലും വരണം സാർ, നമുക്ക് അവിടെ ഇരുന്ന് വിശേഷങ്ങൾ പറയാം. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി എന്റെ പാചകത്തിന്റെ കൈപുണ്യത്തെ പറ്റി പറയണമെങ്കിൽ ഞാനിത് ചൂടോടെ സാറിന് വിളമ്പിയാലല്ലേ ഒക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും വിളമ്പിച്ച് നമുക്ക് വിശേഷം ചോദിക്കാം. അപ്പൊ എനിക്ക് എന്റെ ഒരു ക്രെഡിറ്റ് കിട്ടുന്നെങ്കിൽ വെറുതെ കളയണ്ടല്ലോ അല്ലേ. ഇത് സ്പൈസസ് ഒക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന മീൻകറിയാ. ഇത് കാശ്മീരി ഡിഷാണ്. പക്ഷെ അതിന് ഒരു കേരള ടച്ച് കൊടുത്ത്, ആനീസ് ടച്ചും കൊടുത്ത് ചെയ്തേക്കുന്ന. അപ്പൊ പിന്നെ സാറിന് കറക്റ്റ് ആയിട്ട് പറയാലോ. കഴിക്കാല്ലേ? പിന്നെന്താ സാർ, കഴിക്കണം. ഇതിൽ ഈ കാശ്മീർ എവിടെയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് നമ്മുടെ കേരളത്തിലെ ഒരു അത്ര തോന്നുന്നുള്ളൂ. ഞാൻ ഇത്രയും മെനക്കെട്ടിട്ട് കാശ്മീരി ടച്ച് ഒന്നും വന്നില്ലേ. കേരളത്തിലെ ഒരു നമ്മൾ സാധാരണ കഴിക്കുന്ന ഒന്നാം തരം മീൻകറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു സംശയമില്ല. പിന്നെ ഈ സാധാരണ കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ ഈ ഗ്രേവി കാണുന്നത്. അതായിരിക്കും അതിന്റെ ഒരു കാശ്മീരി സ്പർശം. അതെ അതെ, കറക്റ്റാ സാറ് പറഞ്ഞ്. നമ്മൾ ചേർക്കുന്ന കൂട്ടൊന്നുമല്ല, പിന്നെ കടുകൊന്നുമല്ല, ജീരകമൊക്കെയാണ് ചേർക്കുന്നത്. അപ്പൊ ആ ഒരു ചെറിയൊരു ഫ്ലേവർ ഡിഫറൻസ് വരും. ഫ്ലേവർ ഡിഫറൻസ് വ്യത്യാസം മാത്രമല്ല, ഗ്രേവിയുടെ ഒരു തീർച്ചയായിട്ടും ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായി. കുറച്ചും കഴിക്കട്ടെ. പിന്നെ സന്തോഷമുള്ളത്. മീൻ എങ്ങനെ വെന്തിരിക്കുന്നു നോക്കട്ടെ. ഗംഭീരമായിരിക്കുന്നു, കറക്റ്റാ. അപ്പൊ ഒരു കാര്യം ഞാൻ സാറിനോട് ചോദിക്കട്ടെ. കുട്ടി പരീക്ഷ എഴുതി, ഞാൻ പരീക്ഷ എഴുതി. ഈ പരീക്ഷ ഒരു സാറെന്ന നിലയ്ക്ക് എത്ര മാർക്ക് ഇടും 100-ല്? സാറുമാരല്ലേ ചില തരുവോ? മാർക്ക് ഞാൻ മലയാള അധ്യാപകനാണ്. മലയാളം സാറിന് അക്ഷരത്തെറ്റൊന്നും നോക്കല്ലേ? അല്ല, അക്ഷരത്തെറ്റൊന്നും നോക്കത്തില്ല. കാരണം അത് നന്നായിട്ടുണ്ട്. അക്ഷരത്തെറ്റില്ല. ഒരു 76 മാർക്ക് വരെ തരാം. 76 എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഡിസ്റ്റിങ്ഷൻ അടുത്ത മാർക്കാണ്. പോട്ടെ, ഒരു 80. അത് തന്നെ കൂടുതൽ, ധാരാളം മതി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കല്ലേ? തീർച്ചയായിട്ടും പ്രേക്ഷകര് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും കേട്ട് പരീക്ഷിക്കാവുന്നതാണ്. ഒരു സംശയമില്ല. എനിക്ക് തോന്നുന്ന വലിയ ചിലവൊന്നും ഇല്ലാതെ
ഉള്ള ഒരു ഡിഷാണെന്ന് തോന്നുന്നു. വലിയ മത്സ്യത്തിന്റെ- മെനക്കേടൊന്നുമില്ല. ഇല്ല, വലിയ പിന്നെ ആണെങ്കിൽ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി താമരത്തണ്ട് ഇട്ടാൽ നല്ലതെന്ന് പറയും. പിന്നെ നമുക്ക് ആ ഒരു ഫ്ലേവറും കൂടി ഇഷ്ടമാവുകയില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും. പക്ഷെ നമുക്ക് ആ ഒരു ഫ്ലേവർ ചിലപ്പം അത് കാശ്മീരി ടച്ച് ആയതുകൊണ്ട് അവർ ആ ലോട്ടസ് സ്റ്റെമ്പ് ഇടുന്നേ. അതുകൊണ്ട് നമ്മളിപ്പോ കേരളയും ആനീസ് ടച്ചും കൂടെ വന്നപ്പോ അത് ഇട്ടില്ല. താമരത്തണ്ടൊക്കെ വലിയ ചിലവുള്ള ഓ ഇല്ല കിട്ടൂല്ലേ? ഓ പിന്നെന്നാ. കഴിക്കുന്നതോറും മാധുര്യം കൂടുന്നുണ്ട്. ആദ്യം എനിക്ക് തോന്നിയ ഒരു ടേസ്റ്റ് അല്ല, കുറച്ചുകൂടെ ആ ഗ്രേവിക്ക് നല്ല സ്വാദ്, കുറച്ചുകൂടെ നല്ല നല്ല സ്വാദാണ്, ഒരു സംശയം വേണ്ട. ഈ പാചകകലയിൽ വൈദഗ്ധ്യമുള്ളവരെ കുറിച്ച് പറയാൻ ഒരുങ്ങുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ, അറിയാമല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സ്ത്രീ പാചകകലയെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരുന്നു. ഒരു അവതാരിക എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയെ വായിച്ചു നോക്കിയിട്ട് ആദ്യം പറഞ്ഞ ഇങ്ങനെയാണ്: സാക്ഷാൽ നളൻ്റെ സഹോദരിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്ന സ്ത്രീ. നളൻ, നമ്മളറിയുന്ന ഏറ്റവും വലിയ പാചകക്കാരൻ നളനാണ്. നളപാകം നളനാണ്, പുരാണത്തിലെ നളനാണ്, നളദമയന്തി കഥയിലെ നളനാണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പാചകക്കാരൻ. മൂപ്പര് തീയില്ലാതെയും പാകം ചെയ്യും, അടുപ്പില്ലാതെയും പാകം ചെയ്യും. അങ്ങനെയുള്ളൊരു അത്ഭുത കഥാപാത്രമായിരുന്നു. എന്നാൽ ഏറ്റവും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യും. കാരണം ഇയാൾ താൻ ആരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ ഒളിച്ച് ഒരു കൊട്ടാരത്തിൽ കഴിയുന്ന കാലത്താണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പല സിദ്ധികളിൽ ഒന്നാണിത്. അപ്പോൾ അതുകൊണ്ട് പാചകത്തെക്കുറിച്ച് എപ്പോൾ പറഞ്ഞാലും ശരി, നളനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ബഷീർ അങ്ങനെ എഴുതിയത്. സാക്ഷാൽ നളൻ്റെ സഹോദരിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നതെന്ന്. ഇപ്പം അത് ഒരുപാട് കാലം കഴിഞ്ഞു. ഇപ്പം വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റാം. സാക്ഷാൽ എനിക്ക് 100 കിട്ടി, ഇത്രയും പോരെ. സാക്ഷാൽ നളൻ്റെ സഹോദരിയാണ് ആനി. അയ്യോ തമ്പുരാനെ, അത് ശരിക്കും റീവാല്യൂഷൻ കൊടുത്തപ്പോ 100 കിട്ടിയ മാതിരി കേട്ടോ. എനിക്ക് ഇതിമാരി ഇനി എന്നാ സന്തോഷം വേണം. സത്യം പറഞ്ഞാൽ സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം പോലും ഞാൻ മറന്നു പോകും, അത്രയ്ക്ക് എനിക്ക് സന്തോഷം വരുന്നുണ്ട്. ശബ്ദവും പ്രൊഫസർ അലിയാർ സാറും തമ്മിലുള്ള ഒരു ബന്ധം, അതിനെക്കുറിച്ചൊന്നും പറയാം. ഇത് ഇപ്പം ഈ ശബ്ദത്തെക്കുറിച്ച് ഇങ്ങനെ ധാരാളമൊക്കെ ആളുകൾ പറയുന്നുണ്ട്. നമ്മളൊരിക്കലും ഇതിന് അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ കേൾപ്പിക്കാൻ പറ്റുമെന്നോ ആളുകൾ അങ്ങനെയൊന്നും നമ്മൾ ആലോചിച്ചിട്ടൊന്നും ഈ തൊഴിലിന് അങ്ങനൊരു തൊഴിൽ സ്വീകരിച്ചതുമല്ല. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സന്ദർഭമുണ്ട്, ഞാൻ പലയിടത്തും ആവർത്തിച്ചിട്ടുള്ളതാണ്. ഞാൻ കുട്ടിക്കാലം മുതൽ നാടകം കളിക്കും, പാട്ട് പാടും, അങ്ങനെ ഒരു പണിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ് 72-ൽ. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ 2 വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മാഷിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളാണ്. എന്നിട്ടൊരു അഭിപ്രായം പറഞ്ഞു, മാഷിൻ്റെ ശബ്ദം വളരെ ആകർഷകമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ക്ലാസ് ബോറായിപ്പോയോ? അങ്ങനല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ആരായാലും കേട്ടോണ്ടിരിക്കുന്നു, ആ ശബ്ദത്തിൻ്റെ ഒരു സുഖമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ 2 വിദ്യാർത്ഥികൾ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഈ 2 വിദ്യാർത്ഥികൾ അതേ കോളേജിൽ പഠിച്ച് മലയാളത്തിൽ MA പാസ്സായി അതേ കോളേജിൽ അധ്യാപകരായി അതേ കോളേജിൽ നിന്ന് ഈ 2 വിദ്യാർത്ഥികളും റിട്ടയർ ചെയ്തു. അതിലൊന്ന്, 2 പേരും അറിയപ്പെടുന്നവരാണ്. ഒന്ന് MA റഹ്മാൻ എന്ന് പറയുന്ന ബഷീർ ദ മാൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്, നിരവധി ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുണ്ട്. എൻഡോസൾഫാനെ ഒരു ആക്ടിവിസ്റ്റാണ്, നോവലിസ്റ്റാണ്. MA റഹ്മാൻ, മറ്റൊന്ന് ഇബ്രാഹിം ബെവിഞ്ച. ഈ 2 കുട്ടികളാണ് ആദ്യമായിട്ട് എൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഇങ്ങനെ വന്നൊരു അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കും, എന്തൊരു പ്രവചന തുല്യമായ ഒരു പ്രയോഗമായിരുന്നു, ഒരു പ്രസ്താവമായിരുന്നു അത്. ഒരിക്കലും നമ്മൾ അന്ന് വിചാരിക്കുന്നില്ല പിന്നീട് എപ്പോഴെങ്കിലും ഇതൊരു ഒരു തൊഴിലായി സ്വീകരിക്കുമെന്നോ, സൈഡിലുള്ളൊരു തൊഴിലാണെങ്കിലും അങ്ങനെ സ്വീകരിക്കുമെന്നോ, ആളുകൾ അതിനൊരു വ്യാപകമായ അംഗീകാരം നൽകുമെന്നോ ഒന്നും ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ഈ സന്ദർഭം ഓർക്കും. ഞാൻ പലയിടത്തും അത് എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ആ 2 വിദ്യാർത്ഥികളും ഇപ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത കുട്ടികളാണ്. ഇപ്പോഴും അവർ എന്ത് കാര്യത്തിനും എന്നെ വിളിക്കും, ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയാണ് ഇതിനകത്തോട്ട്. അത് പക്ഷേ അന്നൊന്നും അങ്ങനെയൊന്നുമില്ല. ഞാൻ തിരുവനന്തപുരത്ത് വന്ന് പിന്നെ നാടകം കളിയൊക്കെ തുടങ്ങി. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ട് ശബ്ദം നൽകാൻ തുടങ്ങിയത് ചില സിനിമകളിലൊക്കെ.
പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നിയ ആളുകൾ വിളിക്കാൻ തുടങ്ങി. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ കമൻ്ററിയിലേക്ക് തിരിയുന്നത്. അത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പത്മരാജനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ അത് സത്യത്തിൽ അതൊക്കെ എനിക്ക് ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളുള്ള ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് വന്ന കാലം മുതൽ വളരെയധികം ആരാധനയോടെ കാണുകയും വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും ചെയ്തിരുന്ന ആളുകളിൽ ഒരാളാണ് പത്മരാജൻ. ഞാനിപ്പോഴും ഒരു പ്രോഗ്രാമിൻ്റെ അനൗൺസ്മെൻറ്റിനോ മറ്റോ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെവിയിൽ മുഴങ്ങുന്ന ശബ്ദം പത്മരാജൻ്റെയാണ്. ശബ്ദം മാത്രമല്ല, അതിൻ്റെ ഒരു പറയുന്ന രീതി വളരെ ലാഘവത്തോടുകൂടി എന്നാൽ മനോഹരമായ ഒരു ശബ്ദത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയും. അത് ഭയങ്കര ഒരു കേൾക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പം ആ ശബ്ദം എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്ത അവസരത്തിൽ അതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ പല പ്രാവശ്യം, ഒന്നിലധികം പ്രാവശ്യം എൻ്റെ കണ്ഠം ഇടറിപ്പോവുകയും ഞാനത് നിർത്തുകയും ചെയ്തു. ആവർത്തിച്ച് പറയേണ്ടി വന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്ന ആദ്യകാലം ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ഉരകപർവ്വം എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. അത് ദൂരദർശനിൽ ഒരു 100 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് കാണിച്ചിട്ടുണ്ട്. പാമ്പുകളെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററിയാണ്. അത് ഇന്നത്തെ സ്റ്റുഡിയോ സൗകര്യങ്ങളും ഒന്നുമില്ല. ഞാനത് എടുക്കുന്ന ഒരു സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ അവിടെ വേറെ എന്തോ വർക്ക് നടക്കുന്നു, അവിടെ കിടന്ന് ഉറങ്ങി രാത്രി 2 മണി കഴിഞ്ഞിട്ടാണ് ആ വോയിസ് എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ സംവിധായകൻ പറയുന്നത് 2 മണി കഴിഞ്ഞ് എടുത്തത് വളരെ നന്നായി സാർന്നാണ്. കാരണം ശബ്ദത്തിന് കുറച്ചുകൂടി ഒരു ഗാംഭീര്യം വരികയും ഈ ഒരു അന്തരീക്ഷത്തിന് പറ്റുകയും ചെയ്തു. അങ്ങനെ കുറേ ചെയ്തിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇതാണ് ഒരു പക്ഷേ എനിക്ക് ധാരാളമായി ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ആത്മാവിഷ്കാരത്തിന് കുറച്ചുകൂടെ പറ്റിയത് ആവശ്യമായി വരുന്നത് ഇതാണ് എന്ന് തോന്നിയതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് നിരന്തരമായി ഞാൻ ചെയ്യുന്നത് ഡോക്യുമെൻ്ററികളാണ്. എത്രയെങ്കിലും മണിക്കൂർ. ഇതിനു മുന്നേ സർ ഡബ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും ആർട്ടിസ്റ്റ് വൈസ് ആർക്കെങ്കിലും? തീർച്ചയായിട്ടും. എനിക്കൊരു ബ്രേക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന സിനിമയിൽ വിജയ് മേനോന് ഡബ് ചെയ്ത ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാനും നരേന്ദ്രപ്രസാദും ഞങ്ങൾ ഒന്നിച്ചാണ് കോളേജിൽ നിന്ന് അത് ഡബ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലെനിൻ രാജേന്ദ്രൻ്റെ പടം കല്ലൂർ ശശിയതാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ചില്ലറ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നരേന്ദ്രപ്രസാദും 1-2 സിനിമകളിൽ അപർണ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ശബ്ദം കൊടുത്തിട്ടുണ്ട്. സി പി പത്മനാഭൻ. അതല്ലാതെ അങ്ങനെ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അങ്ങനെ ഒരു ഇതൊന്നും വലുതായിട്ടില്ല. ചെറിയ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ദേവദാസ് സാറാണ് ചിത്രാഞ്ജലി റെക്കോർഡിസ്റ്റ്. ലെനിൻ രാജേന്ദ്രനുണ്ട്. എൻ്റെ ശബ്ദം വിജയ് മേനോന് വേണ്ടിയും നരേന്ദ്രപ്രസാദിൻ്റെ ശബ്ദം കക്ക രവിക്ക് വേണ്ടിയും ഓരോ സീൻ ചെയ്ത് നോക്കിയിട്ട് ഫിക്സ് ചെയ്യുന്നു. അത് ഞങ്ങൾ ചെയ്യുന്നു. അത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടമായി, ഇത് കൊള്ളാം എന്ന് തോന്നി. പിന്നെ എനിക്ക് ധാരാളമായി അവസരങ്ങൾ വന്നു തുടങ്ങി. ആ ഒരു 85 മുതൽ ഇങ്ങോട്ട് ഒരു 90-95 എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലേക്ക് ഇഷ്ടംപോലെ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. അന്ന് ധാരാളമായിട്ട് ചിത്രാഞ്ജലിയിൽ 5-6 പടങ്ങളാണ്, 2 ഇടത്തായിട്ട് 5-6 പടങ്ങളാണ്. രാവിലെ 8 മണി മുതൽ 1 മണി വരെ ഒരു പടം, 2 മണി മുതൽ വൈകുന്നേരം വരെ, പിന്നെ രാത്രിയിൽ വേറെ പടം. ഞങ്ങൾ പലപ്പോഴും രാത്രിയിലാണ് പോകുന്നത്. കോളേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് 3:30 മണി 4 മണിയാകുമ്പോൾ പോയിട്ട് വർക്ക് ചെയ്യും. അന്ന് ഇന്നത്തെ പോലെയല്ല, ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ ആ റീലിലുള്ള വോയിസ് മുഴുവൻ ചെയ്യുക, ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ നിന്ന് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് കോളേജിൽ നിന്ന് അവിടെ പോവും. രാത്രിയൊക്കെ അവിടെ തന്നെ കിടന്നുറങ്ങും. ഒരു റീൽ കഴിയുമ്പോൾ അടുത്ത റീൽ ഇടുമ്പോൾ തട്ടി ഉണർത്തും, ആ റീലിൽ വോയിസ് ഉണ്ടെന്ന് പറയും. അങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ധാരാളമായിട്ട് പിന്നെ കുറേ സിനിമകളിൽ കുറേ നല്ല കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്യാൻ അവസരം കിട്ടി. ഇപ്പം ഞാൻ ഓർക്കുന്നത് ഓംപുരിക്ക് സംവത്സരങ്ങൾ എന്ന് പറയുന്നൊരു സിനിമയിൽ അന്ന് ഞാനാണ് ഡബ് ചെയ്തത്. അതുപോലെ നാസറിന് ബട്ടർഫ്ലൈസ്, ധനം തുടങ്ങിയ ചിത്രങ്ങളിൽ ഞാനാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറേ നല്ല വേഷങ്ങൾക്ക് മൻസൂർ അലി ഖാൻ്റെ പടത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പിന്നെ അജയ് രത്നം എന്ന് പറയുന്ന തമിഴിലെ വില്ലന് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ. ഇത് ശരിക്കും പറഞ്ഞാൽ സാർ പ്രൊഫസറായിട്ട് കോളേജിൽ വർക്ക് ചെയ്തിട്ട് രാത്രി സന്ധ്യയ്ക്ക് ശേഷം, അതായത് 5 മണിക്ക് ശേഷമാണ് ഈ വർക്കിന് പോകുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ സാറ് പറഞ്ഞു നാടകത്തിനും സാർ അതിനു വേണ്ടി ആ നാടക പ്രവർത്തനത്തെ കുറിച്ച് ഒന്ന് പറയുമോ? നാടക പ്രവർത്തനം ഞങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങിയ ഒരു 78-79ലാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലം മുതൽ നാടകാഭിനയം ഒരു ഭ്രാന്തായിട്ട് ഒപ്പം ഉള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് നരേന്ദ്രപ്രസാദ് എന്നറിയപ്പെടുന്ന ഒരു സാഹിത്യ നിരൂപകനാണ്. നാടകരംഗത്ത് വന്നിട്ടില്ല. വളരെയധികം അറിയപ്പെടുന്ന സാഹിത്യ നിരൂപകനാണ്. ചില ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് എന്ന് പറയാം. നരേന്ദ്രപ്രസാദിൻ്റെ ഒരു ലേഖനം കൊടുത്താൽ ഏത് മാഗസിനിലായാലും ശരി മുഖലേഖനമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അത്രയധികം അറിയപ്പെടുന്ന ഒരു
സാഹിത്യ വിമർശകനായിരുന്നു അന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു നാടക ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയി, ഞാനും നരേന്ദ്രപ്രസാദും കൂടി. അതൊരു ദേശീയ വർക്ക്ഷോപ്പാണ്, നാഷണൽ ലെവലിൽ നടത്തിയൊരു വർക്ക്ഷോപ്പാണ് ഫോർ കോളേജ് ടീച്ചേഴ്സ്, കോളേജ് അധ്യാപകർക്ക് വേണ്ടി നടത്തിയൊരു വർക്ക്ഷോപ്പ്. അങ്ങനെ നടത്താൻ കാരണം ഈ കോളേജുകളിൽ പിന്നെ ക്യാമ്പസുകളിൽ നാടകം താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ ആൾ വേണമല്ലോ. അപ്പോൾ അത് കോളേജ് അധ്യാപകർ തന്നെ അവർക്കതിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് തിയേറ്റർ വർക്ക്ഷോപ്പ് UGCയുടെ സഹായത്തോടുകൂടി നടത്തിയതാണ്. അത് കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം നരേന്ദ്രപ്രസാദ് ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ നാടകം എഴുതാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നാടകം എഴുതി പോസ്റ്റൽ അക്കൗണ്ട്സ് റിക്രിയേഷൻ ക്ലബ്ബ് വിക്രമൻ നായർ ട്രോഫിക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നു. പിന്നെ തുടർന്ന് നാടകരംഗത്ത് വളരെ അങ്ങ് സജീവമായി, നിരന്തരമായി നാടകങ്ങൾ എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ആ നാടക സംഘത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ എന്നെക്കാളൊക്കെ എത്രയോ ഉയർന്ന കലാകാരന്മാരാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി 80 മുതൽ ഞങ്ങളോടൊപ്പം 85 വരെ ഞങ്ങളുടെ നാടക സംഘത്തിൽ സംഗീത സംവിധാനം നിർവഹിക്കുകയും സൗപർണിക എന്ന് പറയുന്ന നാടകത്തിൽ ആദ്യ അവസാനം ആ നാടകം തുടങ്ങിയ തീരുന്നിടം വരെ തമ്പുരുവുമായിട്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും വിശ്വനാഥനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിശ്വനാഥൻ നമ്പൂരിയും ഉണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ ഒരു ഭാഗത്തുണ്ടാവും. അത്ര താല്പര്യത്തോടുകൂടി നമ്മുടെ ഉണ്ടായിരുന്നു. നടൻ മുരളി നമ്മുടെ നാടക സംഘത്തിലെ പ്രധാനപ്പെട്ട നടനായിരുന്നു. MR ഗോപകുമാർ, PM റഷീദ്, MK ഗോപാലകൃഷ്ണൻ, ലീല പണിക്കർ, ഇങ്ങനെ വലിയ ഒരു നിര സജീവമായി രംഗത്തുണ്ടായിരുന്നു. പിന്നെ 2 പ്രാവശ്യം ദേശീയ നാടകോത്സവത്തിൽ ഡൽഹിയിൽ നാടകം കളിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. അത് സിലക്ഷനാണ്. തെക്കേ ഇന്ത്യയിൽ നിന്ന് 2-3 ട്രൂപ്പിനെ സെലക്ട് ചെയ്യും. അതിലൊന്നായിരുന്നു 84-ലും 85-ലും ഞങ്ങൾക്ക് നാടകം കളിക്കാൻ അവസരം കിട്ടി. അങ്ങനെ പുഷ്കലമായൊരു നാടകത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഈ ഇപ്പം ഒരു സിനിമയിലൊരു കഥാപാത്രത്തിന് ഡബ് ചെയ്യുമ്പോഴും ഒക്കെ ഇത് വലിയ ഗുണം ചെയ്യും. കാരണം നാടകം നമ്മൾ ഒരുപാട് ട്രെയിനിങ് എടുത്ത് ഒരുപാട് റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഓരോ കഥാപാത്രത്തിൻ്റെയും സ്വഭാവത്തിനനുസരിച്ച് ആ സംഭാഷണമൊക്കെ നമ്മൾ ഉരുവിട്ട് പഠിച്ച് അങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമയിലൊരു സീൻ ഡബ് ചെയ്യാൻ വന്നാൽ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും സംവിധായകൻ പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾ കൂടിയാകുമ്പോൾ നമുക്ക് വളരെ വേഗം ചെയ്യാൻ പറ്റും. മറ്റാരേക്കാളും വേഗത്തിൽ ചിലപ്പോൾ സംഭാഷണം പഠിക്കാനും, നല്ല സംഭാഷണമാണെങ്കിൽ 1-2 തവണ കേട്ട് കഴിഞ്ഞാൽ പഠിക്കാനും പറ്റും. അങ്ങനെയാണ് ആ അവസരങ്ങളൊക്കെ വന്നത്. അതിനൊക്കെ ഗുണം ചെയ്തത് ഒരു ഘട്ടത്തിൽ ഈ നാടകത്തിൽ നിന്നുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു. സർ, ഇപ്പം ദേശീയ അവാർഡ് ലഭിച്ചത് കഥകളി ആചാര്യനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ടല്ലേ? ചേമഞ്ചേരി കുതിരാവൻ നായർ. അതെ. അപ്പൊ അതിനേക്ക് സാറിന് അതിന് കിട്ടിയ ആ ഒരു ചാൻസും അത് വന്ന വഴി? അത് ഞാൻ പറഞ്ഞല്ലോ, ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരു 10-15 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഡോക്യുമെൻ്ററികളാണ്. അത് ചാനലുകളിലെല്ലാം ഡോക്യുമെൻ്ററികൾ വരാറുണ്ട്. തുടർച്ചയായിട്ട് 500 എപ്പിസോഡൊക്കെ ഒരു ഡോക്യുമെൻ്ററി പോവുക, ഒരു അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഓരോന്ന് വരും, ചെയ്യും. ഇത് മത്സരത്തിന് പോയിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു, അറിയേയില്ല. എൻ്റെ വോയിസ് കൂടുതൽ 2 ഡോക്യുമെൻ്ററി മത്സരത്തിന് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇത് 2നെ കുറിച്ചും എനിക്കറിയില്ല. അപ്പോൾ പലതും ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും ചെയ്തു പോയി, അത്രേ ഉള്ളൂ. പക്ഷേ ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ താല്പര്യം തോന്നിയത്, അത് ശ്രീമാൻ വട്ടപ്പാറ രാമേന്ദ്രൻ, PK രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പഴയകാല ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, അവർ രണ്ടുപേരും കൂടിയാണത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ ഇദ്ദേഹം ഒരു അരങ്ങിലെ നിത്യവിസ്മയം എന്ന പേരിലാണത് വന്നത്. അപ്പം അരങ്ങാണ്, നടനമാണ്. അപ്പോൾ അതുകൊണ്ട് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ എനിക്ക് വ്യക്തിപരമായി അറിയാം. അതുകൊണ്ട് തന്നെ വലിയ താല്പര്യത്തോടു കൂടിയാണ് ചെയ്തത്. സർ, പിന്നെ എനിക്കൊരു രഹസ്യം ചോദിക്കാനാണെന്നറിയോ? സാറിൻ്റെ ശബ്ദത്തിന് ഇത്ര സൂക്ഷിക്കുന്ന അതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം? പാട്ടുകാരാണെങ്കിൽ ഐസ് കുടിക്കത്തില്ല, ഐസ്ക്രീം കുടിക്കത്തില്ല. പക്ഷെ ഇവിടെ വന്നവർക്കൊക്കെ ഞാൻ ഐസ് ഇട്ടാണ് ജ്യൂസ് കൊടുത്തത്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ആ ശബ്ദം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാറ് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഞാൻ അപ്പോഴൊക്കെ ഞാൻ മറുപടി പറയാറുണ്ട്, ഒരു തരത്തിലും ശബ്ദം സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു രഹസ്യവും ഇതിൻ്റെ പിന്നിലില്ല. ഓരോ മനുഷ്യൻ്റെയും വോക്കൽ കോഡിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഈ ശബ്ദത്തിൻ്റെ ഒരു സുഭഗതയോ ശബ്ദത്തിൻ്റെ വൃത്തിയില്ലായ്മയോ ഒക്കെ വരുന്നത്. പിന്നെ ഈ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് പലപ്പോഴും, ഇപ്പം നമ്മൾ ക്യാമറയെക്കുറിച്ച് പറയും. ഇപ്പോൾ ഒരാളെ പ്രത്യക്ഷത്തിൽ കാണാൻ കൊള്ളാമെങ്കിൽ ചിലപ്പോൾ ക്യാമറയിൽ വരുമ്പോൾ ക്യാമറ വന്ന് അത്ര ഇമ്പ്രസീവ് ആയിരിക്കില്ല എന്ന് പറയുന്ന പോലെ ശബ്ദം ആംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഘടനയ്ക്കോ അതിൻ്റെ ചിലപ്പോൾ വ്യത്യാസം, ടെക്സ്ചറിനോ ചിലപ്പോൾ വ്യത്യാസം വരും. അതനുസരിച്ചാണ് അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ പോകുന്നത്. അപ്പോൾ ഏതോ ഘട്ടത്തിൽ ആരോ ചെയ്ത് നോക്കിയപ്പം ഇത് കൊള്ളാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയുള്ളതാണ്, ക്ലാരിറ്റി ഉണ്ട് എന്നൊക്കെ തോന്നിയിട്ടാവും. പക്ഷേ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് അധികമായിട്ട് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന 1-2 സംഗതികൾ. ഞാനൊരു ഭാഷാധ്യാപകനാണ്.
അപ്പോൾ അതുകൊണ്ട് ഉച്ചാരണത്തിൽ വളരെ ശ്രദ്ധയുണ്ട് എനിക്ക്. സ്ഫുടത വേണം, ഉച്ചാരണം കൃത്യമായിരിക്കണം. ഇപ്പം നമ്മൾ എത്ര നല്ലൊരു ഡോക്യുമെൻ്ററി, എത്ര കേൾക്കാൻ സുഭഗതയുള്ള ഒരു ശബ്ദത്തിൽ ചെയ്തു വന്നാലും ശരി, അതിനകത്ത് ഉച്ചാരണ പെശകുകൾ വന്നു പോയാൽ തീർച്ചയായിട്ടും നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉച്ചാരണ വൈകല്യം എവിടെയെങ്കിലും വന്നു പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെ ചില പ്രയോഗ വൈകല്യങ്ങളുണ്ടാവും, അതൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഭാഷാധ്യാപകനായതുകൊണ്ട് അത് എനിക്ക് വളരെ സൂക്ഷിക്കാൻ പറ്റും. അതാണ് എനിക്ക് പലപ്പോഴും എന്നെ ആളുകൾ വിളിക്കുമ്പോഴും പറയും, സാറേ അത് ആ സെൻറ്റൻസിൽ ആ വാക്യത്തിൽ എന്തെങ്കിലും ഒരു ഘടനയ്ക്ക് പെശകോ വല്ലതും ഉണ്ടെങ്കിൽ സാർ ഒന്ന് നോക്കണേ എന്ന് പറയും. എന്ന് വെച്ചാൽ എനിക്കത് മനസ്സിലാവും എന്നവർക്ക് തോന്നിയത് കൊണ്ടാണ് എന്നോട് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാനത് ഒന്ന് ശ്രദ്ധിക്കും. അതാണ് എനിക്കുള്ള ഒരു പ്ലസ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. സർ, ഇനിയിപ്പോൾ സർ ബേസിക്കലി ഒരു പ്രൊഫസറായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് അറിയേണ്ടത് എന്താണെന്നറിയോ, ശരിക്കും ഒരു പ്രൊഫസറിനെ എൻ്റെ ആനീസ് കിച്ചണിൽ കിട്ടിയോണ്ട് ഞാൻ പറയുന്നതാണ്, ആസ് എ പ്രൊഫസർ ആവുന്നതിന് മുമ്പ് സാറിന് ഒരു ക്യാമ്പസ് ലൈഫ് ഉണ്ടായിരുന്നു. പ്രൊഫസർ ആയതിനു ശേഷം യു ലീഡ് എ ക്യാമ്പസ് ലൈഫ്. ആ ഒരു ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരും. 37 വർഷം ഞാൻ ക്യാമ്പസിലായിരുന്നു. 7 വർഷം വിദ്യാർത്ഥിയായിട്ടും 30 വർഷം അധ്യാപകനായി. 37 വർഷം ക്യാമ്പസിലായിരുന്നു. ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ക്യാമ്പസിലുള്ളതിൻ്റെ ഒരു ഗുണം ഞാൻ പറയാം. നമ്മൾ ആരെയാണ് പഠിപ്പിക്കുന്നത്? 15 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുമായിട്ടാണ് ദിവസവും നമ്മുടെ സമ്പർക്കം. അതൊരു വലിയ സംഗതിയാണ്. എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും അഭിമുഖീകരിക്കുന്നത് യൂത്തിനെയാണ്. എപ്പോഴും അവരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്, അതൊരു വലിയ സംഗതിയാണ്. ഞാൻ പിന്നെ പഠിപ്പിച്ചിട്ടുള്ള കോളേജുകളിലെല്ലാം ഞാനൊരു മേനി പറയുന്നതല്ല, ഈ കലയോടും സാഹിത്യത്തോടും ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത്തരം കഴിവുകളുള്ള വിദ്യാർത്ഥികളെ എപ്പോഴും എൻ്റെ അടുത്ത് വരാറുണ്ട്. അവരെയും കൊണ്ട് ഞാൻ റിട്ടയർ ചെയ്ത വർഷവും യൂത്ത് ഫെസ്റ്റിവലിന് കുട്ടികളെയും കൊണ്ട് പോയിട്ടുള്ളത് ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതപ്പോൾ പങ്കെടുത്തിട്ടുള്ള സംഗതി പങ്കെടുത്തിട്ടുള്ളപ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര രസമാണ്. ഇപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ മിക്ക കോളേജിലും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം ചോദിച്ചില്ല, സാറിൻ്റെ നാട് എവിടെയാണ്? നാട് കൊട്ടാരക്കരയ്ക്കടുത്ത് വെളിയം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നല്ല കുഗ്രാമം. അതല്ല സാർ, അവിടെയാണോ സെറ്റിൽ ചെയ്തേക്കുന്നത്? അല്ല, തിരുവനന്തപുരത്ത്. ഞാൻ 75-ലാണ് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിൽ പഠിപ്പിക്കാൻ വരുന്നത്. ട്രാൻസ്ഫറായിട്ട് കാസർഗോഡ് നിന്ന് ഞാൻ 72-ൽ കാസർഗോഡ് പോയി, 75-ൽ തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് പഠിപ്പിക്കാൻ ഒരുങ്ങി. ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ട് ഇപ്പോൾ 40 വർഷങ്ങൾ കഴിയുന്നു. ചേച്ചി ഹൗസ് വൈഫ് അല്ല, ജോലി ഉണ്ടായിരുന്നു, റിട്ടയർ ചെയ്തു. കേരള യൂണിവേഴ്സിറ്റിയിലെ അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട്. മക്കളെ 2 പെൺകുട്ടികളാണ്, 2 പേരും അധ്യാപകരാണ്, ഇംഗ്ലീഷ് അധ്യാപകരാണ്. അവർക്ക് ഇഷ്ടമാണ്. അതെ, അവർക്ക് ഇഷ്ടമായതുകൊണ്ട് അവർ ഇംഗ്ലീഷ് പഠിച്ചു. അല്ല പ്രൊഫസർ, അച്ഛനെ അവർക്ക് മലയാള ഭാഷ തീർച്ചയായിട്ടും അവർ ഈ പ്രൊഫഷൻ, കാരണം 2 പേരും എൻട്രൻസ് പരീക്ഷ എന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെ വലിയ താല്പര്യം കാണിക്കാതെ സാഹിത്യം പഠിച്ച് അധ്യാപകരായവരാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ, സാർ അടൂർ സാറുമായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഒരു കെമിസ്ട്രിയും ഒക്കെ ഒന്ന് പറയാം. അതിൻ്റെ കെമിസ്ട്രിയും ബോട്ടണിയും അല്ല, അതിനകത്തുള്ള ഒരു സംഗതി, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ വേഷങ്ങൾ വളരെ ചെറുതായിരിക്കാം. പക്ഷേ ഞാൻ 7 ചിത്രങ്ങളിൽ ഇതിനകം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ 7 ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. 4 ചിത്രങ്ങളിൽ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് മുതലത്തെ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ സഹായിയായിട്ടൊക്കെ. സഹായം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ അദ്ദേഹത്തിന് നോക്കിയാൽ കാണുന്നിടത്ത് നമ്മളോടുണ്ടെങ്കിൽ ഒരു സന്തോഷമായിരിക്കാം. അതിനേക്കാൾ ഉപരി നമ്മളെ നിർത്തുന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. കാരണം അത്രയും മതി നമുക്ക്. ഇപ്പോഴും അടുത്ത പടം ഒരു 1.5 മാസത്തിനുള്ളിൽ തുടങ്ങുകയാണ്. അത് വലിയ താല്പര്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഇപ്പം ഏത് തൊഴിൽ ചെയ്യുന്ന ആളും, പാചകമായാലും വേറെ എന്തായാലും ഏത് തൊഴിൽ ചെയ്യുന്ന ആളും താൻ പ്രവൃത്തിയെടുക്കുന്ന മേഖലയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. എഴുത്തുകാരനായാലും വേറെ ആ മേഖലയെക്കുറിച്ച്, തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ആ മീഡിയത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ ചെയ്യുന്നത് 101% ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയുമായിരിക്കണം. ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പോൾ 50 വർഷം മുമ്പത്തെ ഒരു കഥയാണ് എടുക്കുന്നതെങ്കിൽ 50 വർഷം മുമ്പ് ആ കഥ നടക്കുന്ന സന്ദർഭത്തിൽ ആ പ്രദേശത്തെ ആളുകളുടെ വസ്ത്രധാരണം എന്തായിരുന്നു, അല്ലെങ്കിൽ ആഭരണങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, ഇത് കംപ്ലീറ്റ് പഠിച്ച് മനസ്സിലാക്കി വിവരങ്ങൾ ശേഖരിച്ച് എല്ലാം
നല്ല സജ്ജനായിട്ട് മാത്രമേ അതിനുവേണ്ടി പുറപ്പെടാറുള്ളൂ. ഇല്ല. അത്ര സൂക്ഷിച്ചാണ് ചെയ്യുന്നത്.